മദ്യനയ കേസിൽ പുതിയ നീക്കവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇ.ഡി സമൻസിനെതിരെ കോടതിയെ സമീപിച്ചു. റോസ് അവന്യൂ കോടതിയിലെ സെഷൻസ് കോടതിയെയാണ് സമീപിച്ചത്. ഇ.ഡി സമൻസിൽ 8ാം തവണയും അരവിന്ദ് കെജ്രിവാൾ ഹാജരായിട്ടില്ല. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, കെജ്രിവാൾ കോടതിയോട് പറയുന്നത് എന്താണ്? വേണു, ഈ കേസിൽ കെജ്രിവാളിനോട് ഈ 16-ാം തീയതി ഹാജരാകാനായിട്ടാണ് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം കഴിഞ്ഞ തവണ പറഞ്ഞത് തനിക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കുകൾ ഉള്ളതുകൊണ്ട് 16 വരെ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ മാറി നിൽക്കാനോ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇ.ഡി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ 16-ാം തീയതി വരാനായിട്ടുള്ള നിർദ്ദേശം, നേരിട്ട് ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശം കോടതി നൽകുന്നൊരു സാഹചര്യമുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇ.ഡി പല കേസുകളിലും ഈ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹാജരാകാത്ത ആളുകളെ കോടതിയിൽ പരാതി നൽകി വിളിച്ചു വരുത്തുക, അതിനുശേഷം കോടതിയുടെ അനുമതിയോടുകൂടി ചോദ്യം ചെയ്യാനായിട്ട് അവരോട് ആവശ്യപ്പെടുക. കോടതി പരിസരത്ത് തന്നെ അതിനുള്ള സൗകര്യം കോടതി നൽകും. എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ ഘടകവിരുദ്ധമായിട്ടുള്ള മറുപടിയാണ് നൽകുക എന്ന് പറഞ്ഞ് കോടതി അവിടെ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഹാജരാക്കുക എന്നുള്ളത്, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുക എന്നുള്ളത് അതൊരു തന്ത്രമായിട്ട് ഇ.ഡി പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്. കെജ്രിവാളും ഭയക്കുന്നത് ഇതാണ്. അവിടെ എത്തുകയും തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കാര്യം പോയാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക, ആം ആദ്മി പാർട്ടിക്ക് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കുക എന്ന് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതിനുള്ള പ്രതിരോധം എന്ന രീതിയിലാണ് ഈ സമൻസ് പുറപ്പെടുവിച്ച കോടതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൻ്റെ എതിരഭിപ്രായം കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത്. ആ സമൻസ് റദ്ദാക്കണം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ സമൻസ് പ്രസക്തമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇ.ഡി 8 തവണയാണ് കെജ്രിവാളിന് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇനി കോടതിയുടെ നിലപാട് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. കോടതി കർശനമായിട്ടുള്ള നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ കെജ്രിവാളിന് കോടതിയിൽ ഹാജരാവുക എന്നതായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുള്ള മാർഗം. അഥവാ അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ, ഈ സമൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. അതിലേക്ക് പോകുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഏതായാലും 16-ാം തീയതി എന്നുള്ളത് മറ്റന്നാളായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നടപടികൾ കെജ്രിവാളിന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. വേണം. ശരി, ഇ.ഡി സമൻസിനെതിരെ കെജ്രിവാൾ കോടതിയിൽ. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.